സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു മോഡലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, നമ്മൾ ഈ ഷോപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിനകത്ത് ഈ മെറ്റീരിയൽസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ റാക്കറ്റിലൊക്കെ മെറ്റീരിയൽസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്പം എല്ലാ മെറ്റീരിയൽസിൻ്റെയും 3D മോഡല് സൈറ്റിൽ നിന്ന് കിട്ടത്തില്ല. നമ്മൾ 3D വെയർ ഹൗസിലൊക്കെ പോയാലൊന്നും നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ അല്ലാതെ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ചോദ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയൊരു ബോക്സാണ്. ഇതൊരു മഗ്ഗിൻ്റെ ബോക്സാണ്. ഈ ബോക്സ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയാണ്, സ്കെച്ചപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കവർ അത് നമുക്ക് ഡിസ്പ്ലേ റാക്കിൽ ഇത് വയ്ക്കാം. അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്, വയ്ക്കുന്നത് എങ്ങനെയെന്നല്ല, എങ്ങനെ നമുക്ക് ഈ സാധനത്തിനെ ഇതേ രീതിയിൽ നമുക്ക് സ്കെച്ചപ്പിൽ മോൾഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ കുറച്ച് ഫോട്ടോഷോപ്പിൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഫുള്ളായിട്ട് ഫോട്ടോഷോപ്പിൻ്റെ കാര്യം പറയുന്നില്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോഷോപ്പ് കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക, എന്നാലേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഞാൻ ഈ ബോക്സിൻ്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് ഇട്ടേക്കുന്നതാണ് ഈ കാണുന്ന ഫോട്ടോസുകൾ. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടില്ല, കാരണം അതെങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തു എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് സാധാരണ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കറക്റ്റ്, കാരണം ഇത് നമുക്ക് ടെക്സ്ചർ ആ സ്കെച്ചപ്പിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇത് കണ്ടോ, ഇത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ ക്യാമറ വെച്ച് എടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ലെവൽ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്കെച്ചപ്പിൽ കൊണ്ടുപോയിട്ട് ഈ ഭാഗം മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കാണിച്ചേക്കും പോലെ, ഇപ്പം ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുണ്ടാക്കുന്ന ബോക്സിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുന്നു എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സ്കെച്ചപ്പിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിൽ ഈ ടെക്സ്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ടെക്സ്ചർ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ ഫോട്ടോഷോപ്പിൻ്റെ ഇപ്പുറത്തെ ബാക്ക്ഗ്രൗണ്ട് അത് ലോക്കായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ലോക്കൊന്ന് മാറ്റി കൊടുക്കണം. ഞാൻ ലോക്ക് മാറ്റി ഓക്കെ കൊടുത്തു. ഇപ്പോൾ ലോക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രമായിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ക്രോപ്പ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അതിനൊന്ന് കറക്റ്റ് ചെയ്യണം, എനിക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, ഇനി ഞാൻ എൻ്റർ കൊടുക്കും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്, കാരണം ഇതിപ്പം ചരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. അതിന് കൺട്രോൾ T കൊടുത്ത് അതിനെ സെലക്ട് ചെയ്തതിനു ശേഷം മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഡിസോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, കണ്ടോ, ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി എൻ്റർ കൊടുക്കും. അപ്പം നമുക്ക് ടെക്സ്ചർ കറക്റ്റായിട്ട് ഫ്രെയിമിൽ ഫില്ലായി കിട്ടി. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ നമ്മൾ ഫോട്ടോ എടുത്ത ടെക്സ്ചറിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. മനസ്സിലായല്ലോ? ഇനി അടുത്തതിലേക്ക് പോകും. അപ്പോൾ ഞാൻ സ്കെച്ചപ്പ് ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാനൊരു കളർ അപ്ലൈ ചെയ്യുന്നു.
എന്നിട്ട് ആ കളറിനെ ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്. എഡിറ്റിങ്ങിൽ പോയിട്ട് കളർ എഡിറ്റ് ചെയ്യുന്നു. അതിൽ യൂസ് ടെക്സ്ചർ ഇമേജ് എന്നുള്ളത്, ടെക്സ്ചറിൽ യൂസ് ടെക്സ്ചർ ഇമേജ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എവിടെയാണോ ടെക്സ്ചർ ലോഡ് ചെയ്തേക്കുന്നത് അവിടെ പോയിട്ട് ഞാൻ ആ ടെക്സ്ചർ എടുക്കുന്നു, ഓപ്പൺ ചെയ്യും. അപ്പം ഓട്ടോമാറ്റിക്കലായിട്ട് ആ ടെക്സ്ചർ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടെക്സ്ചറിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്, ഞാൻ അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ബോക്സിനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്ചർ ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് അവിടെയും ഞാൻ അതുപോലെ കളർ മെറ്റീരിയൽ ടൂളിൽ പോയിട്ട് ഒരു കളർ സെലക്ട് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് എഡിറ്റിൽ പോകുന്നു, ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു, ഇതിവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഈ ടെക്സ്ചറിനെ ഞാനൊന്ന് ജസ്റ്റ് കറക്റ്റ് ഇപ്പം കണ്ടോ, ഇവിടെ കുറച്ച് ഗ്ലാസ് ഒക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്ത് മാത്രം, വേറെ എങ്ങും ഞാൻ മൗസ് വയ്ക്കുന്നില്ല, ഈ ഭാഗത്ത് മാത്രം മൗസ് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്ചർ എടുത്തിട്ട് പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. ഞാൻ അതിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ എത്തി കട്ടായി പോയിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. അതിന് എന്ത് ചെയ്യുന്നു, പുഷ് ആൻഡ് പുൾ ടൂൾ എടുക്കുന്നു, ഈ ഭാഗത്ത് വെച്ച് ഞാൻ പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ഈ ഭാഗത്ത് വെച്ച് ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ ഒരു ചെറിയ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. കണ്ടോ ഇവിടെ ആ ഭാഗം കറക്റ്റ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ലൈൻ ടൂൾ എടുത്ത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഇങ്ങനെ വരച്ച് ശേഷം പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ഇതങ്ങ് കട്ട് ചെയ്ത് കളയുക. ആ പ്രശ്നം അവിടെ സോൾവ് ആയി. അപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ ടെക്സ്ചറിൽ ചെറിയ വ്യത്യാസമുണ്ട്, അത് പ്രശ്നമല്ല. കാരണം നമ്മളിപ്പം ഈ രണ്ട് സൈഡ് മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചെയ്യുന്നുള്ളൂ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഈ രണ്ട് സൈഡ് മാത്രമേ ചെയ്തുള്ളൂ. ഇനി അടുത്ത നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വരാം. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു സൈഡിൽ ഈ ഗ്ലാസിൻ്റെയും ഇപ്പുറത്തെ സൈഡിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറാണ് ഈ സൈഡ് വരേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ഇതിലേക്ക് കൊണ്ടുവരാം. അവിടെയും അതുപോലെ തന്നെ മെറ്റീരിയലിൽ കളർ എടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു, എഡിറ്റിൽ പോകുന്നു, പിന്നെ ടെക്സ്ചർ എടുക്കുന്നു, ഈ പോസ്റ്റർ അവിടെ കൊണ്ടുവരുന്നു. ഓക്കെ, ഇവിടെയും നമുക്ക് അലൈൻമെൻറ്റ് അത്യാവശ്യമായിട്ട് വരും. കണ്ടോ കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ഷൻ ടൂൾ എടുക്കുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടെക്സ്റ്റ് എടുക്കുന്നു, പൊസിഷൻ എടുക്കുന്നു, ഇതുപോലെ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ കട്ട് ചെയ്ത പടത്തിൻ്റെ രണ്ട് പടം, അതായത് അപ്പുറത്തെ സൈഡിലെ ഈ പടവും ഇപ്പുറത്തെ സൈഡിലെ പടവും തമ്മിൽ മെഷർമെൻറ്റിൽ ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് വലിയ കാര്യമാക്കണ്ട, നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രോഡക്റ്റ് ഈ ബോക്സ് പോലെ ഒന്ന് ആക്കിയെടുക്കണം. അതാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അതുകൊണ്ട് മെഷർമെൻറ്റ് അത്ര വലിയ കറക്റ്റായിട്ടൊന്നും വരണമെന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഓക്കെ, ഈ സൈഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അത് ടെക്സ്ചർ എടുക്കുക, പൊസിഷനിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സൈഡും നമുക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബോട്ടമാണ്. ബോട്ടവും ബാക്കിൽ ഓൾറെഡി ഫ്രണ്ടിലുള്ള അതേ പടം തന്നെയാണ് ഇതിൻ്റെ ബാക്കും. ഫ്രണ്ടും ഇത് നോക്കുക, ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഏകദേശം ഒരേ കളർ തന്നെയാണ്, ഒരേ പടം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇപ്പുറത്തോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ആക്ച്വലി രണ്ടും ഏകദേശം ഒന്നുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബോട്ടമാണ്. ബോട്ടത്തിലേക്ക് വേണ്ടി ഞാൻ പിന്നെ കളർ മെറ്റീരിയലിൽ പോകുന്നു, കളർ സെലക്ട് ചെയ്യുന്നു, അത് അപ്ലൈ ചെയ്യുന്നു, അതിൽ എഡിറ്റ് എടുക്കുന്നു, അതിൽ ടെക്സ്ചർ എടുക്കുന്നു. ടെക്സ്ചർ ചെയ്യുന്നത് നമ്മൾ ബാക്കിലത്തെ പടം എടുക്കുന്നു. നോക്കണം, ബാക്ക് കാണുമ്പം ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതാണ് ബാക്ക് സൈഡ്. ആ പടം സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ക്ലിക്ക് ചെയ്യുക, കണ്ടാണ് അത് കറക്റ്റായിട്ടല്ല നിൽക്കുന്നത്. ടെക്സ്ചർ എടുക്കുക, പൊസിഷൻ ചെയ്യുക, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക. വലുതാക്കുക അല്ല വേണ്ടത്, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം റൊട്ടേറ്റ് നോക്കുക, അതനുസരിച്ച് റൊട്ടേറ്റ് കൊടുക്കുക. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഈ കറക്റ്റായിട്ട് ആ പോയിന്റിൽ തന്നെ വരണം. കണ്ടോ, ചെറുതാവാനും പാടില്ല, വലുതാവാനും പാടില്ല. കറക്റ്റ് ആ പോയിന്റിൽ തന്നെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെയും ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ആ മെഷർമെൻറ്റിൽ
കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കൊന്ന് ജസ്റ്റ് ഇതിനെ ഒന്ന് വലുതാക്കി കൊടുക്കാം. ഇതിൻ്റെ ബാക്ക് അടിവശത്ത് ഇതുപോലത്തെ ഒരു ചിഹ്നമൊക്കെ ഉണ്ട് കേട്ടോ, 2 ചെറിയ ഒരു പോയിന്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെ വരത്തക്ക വിധത്തിൽ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വലുതാക്കണം. കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, ഓക്കെ, റെഡി. അപ്പം ബോട്ടം റെഡി ആയിട്ടുണ്ട് കണ്ടോ, ബോട്ടം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ചെറിയ അലൈൻമെൻറ്റിൻ്റെ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത് കണ്ടോ. ഇതിൽ മെഷർമെൻറ്റിൻ്റെ ചെറിയ പ്രശ്നം കാണുന്നുണ്ട്, അതൊരു വിഷയമല്ല. നമ്മൾ 3D ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് കണ്ടാൽ മതിയല്ലോ. ഇതിൽ മെഷർമെൻ്റ് ഒരു വിഷയമാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുമ്പോൾ തന്നെ ഒരേ ഫ്രെയിമിൽ തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഫോട്ടോഷോപ്പിൽ എടുത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഇപ്പം അത് നമുക്ക് മോഡലിങ്ങിന് അതൊരു വിഷയമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ആയിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ടോപ്പ് വശമാണ്. ടോപ്പ് വശം അതുപോലെ ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു, കളർ സെലക്ട് ചെയ്തു, മെറ്റീരിയൽ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ എഡിറ്റ് ചെയ്യുന്നു, ഇതിൽ പോകുന്നു. അതിൻ്റെ ടോപ്പ് വരുന്നത് ഇതാണ് Mark 2 എന്നുള്ളത്. ക്ലിക്ക് ചെയ്തു, അവിടെ പേസ്റ്റ് ചെയ്തു. ഇവിടെയും അത് തിരിഞ്ഞാണ് കിടക്കുന്നത്. നമുക്ക് അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്ചർ എടുക്കും, പൊസിഷൻ, അതിൽ നമുക്ക് റൊട്ടേഷൻ നമുക്കിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവിടെയും ചെറിയ പ്രശ്നമുണ്ട്, സൈസ് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഇതിനെ ഒന്ന് നമുക്കൊന്ന് സൂം ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓക്കെ, അപ്പോൾ എല്ലാ സൈഡും ആയിട്ടുണ്ട് കണ്ടോ, എല്ലാ സൈഡും ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഈ ബോക്സ് പോലെ തന്നെ ആയില്ലേ അല്ലേ, ബോക്സ് പോലെ തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പാക്കറ്റുകൾ. നമുക്ക് ഇപ്പം ഡിസ്പ്ലേ ഒരു ഷോപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ നമുക്കിതുപോലെ ചെറിയ ചെറിയ പാക്കറ്റുകൾ പടങ്ങളെടുത്ത് വെച്ച് പാക്കറ്റുകളെടുത്ത് നമുക്കിതുപോലെ ചെയ്യാം, ഫോട്ടോ എടുത്ത് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ ഭാഗവും നിങ്ങൾ അതിൽ നിന്ന് എടുക്കണം. അങ്ങനെയുള്ള ടെക്സ്ചർ മാത്രമേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവൂ. അതായത് ഫ്രണ്ട് ബാക്ക് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്സ്ചറുകൾ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലത്തെ ഒരു നമ്മളെ കയ്യിലുള്ള നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമുക്കൊരു ബോക്സ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും കണ്ടോ. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ഇപ്പോൾ ഈ മെറ്റീരിയൽ എടുത്ത് വയ്ക്കുമ്പോൾ ഉള്ള ഒരു ഗ്ലോസി ഫിനിഷ് കാണുന്നുണ്ടല്ലോ കണ്ടോ, ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻസ്കേപ്പിലാണെങ്കിൽ എൻസ്കേപ്പിൽ ചെയ്യുക, വീറയിലാണെങ്കിൽ വീറയിൽ റിഫ്ലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലൊരു എഫക്റ്റ് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇത് ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അതൊന്നൊരു വിഷയമല്ലാണ്ട് എന്ത് ഈസി ആയിട്ടാണ് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.